അനസ്തേഷൻ തന്ന പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഓർമ്മ വീഴുന്ന SIT ICUക്കകത്ത് എനിക്ക് ഞാൻ അറിയുന്നത്. സംഭവിച്ചത് ഇവര് ഈ അബോർഷൻ ചെയ്യുന്ന സമയത്ത് ഗർഭപാത്രം വൻകുടലും ഒക്കെ കട്ട് ചെയ്തു. ഗർഭപാത്രത്തിൽ ഒത്തിരി സുഷിരങ്ങളൊക്കെ വീണു. വൻകുടൽ രണ്ടായിട്ട് വലിച്ച് പൊട്ടിച്ച് കളഞ്ഞു. അങ്ങനെ ഒരു ചാറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നു ഇവിടെ ഒതുങ്ങാന്ന് പറഞ്ഞു. എങ്ങനെയോ മനസ്സിൽ ഞാൻ സൈഡ് ഒതുക്കി തന്നു. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ എടുത്തപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും കൂടെ ഒരു ബസ് അവിടെ വന്നു. ഞാൻ പെട്ടെന്ന് ആ ബസ്സിലേക്ക് കയറി ബസ് അങ്ങ് എടുത്തു. അപ്പോൾ ഇയാൾ അവിടെ തന്നെ നിൽക്കുകയാണോ തിരിച്ചു വന്നോ എന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ നോക്കിയിട്ട് ഇയാളെ കണ്ടില്ല. ബാക്കിൽ നിന്നൊന്നും വന്നതുമില്ല. ഞങ്ങൾ 2-3 സ്റ്റോപ്പ് ഒരു കാട് വാരമുള്ള വെമ്പായം ബസ്സിലാണ് കയറിയ. കാട് വാരം ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരിടത്ത് ഒളിച്ചു നിന്നു. കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് നെടുമങ്ങാടോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ കാരണം ഈ സൈഡിലെ കുടലിരുന്നു. അപ്പോൾ ആ വാക്ക് നോക്കിയാൽ പുള്ളിക്കാരൻ ചവിട്ടുന്നത് 2 ചവിട്ടി ഞാൻ ഈ കയ്യിൽ തടുത്തു. കാരണം ചെരുപ്പിട്ടുകൊണ്ടാണ് ചവിട്ടിയത്. എന്നിട്ട് ഇയാൾക്ക് ചവിട്ടാൻ കിട്ടും. ദേഷ്യത്തിൽ ഈ 2 കൈയും കൊണ്ട് 2 തലമുടി ഇങ്ങനെ കുത്തിപ്പിടിച്ചു. സഹിയേട്ടാ ഞാൻ ഒരു മഠത്തിൽ ജോലിക്ക്. എൻ്റെ നിർബന്ധം കൊണ്ടാണ്, പുള്ളിക്കാരൻ്റെ അതല്ല എൻ്റെ നിർബന്ധം. കാരണം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് മേടിച്ചും കൊടുക്കാം. ഒരു ഡ്രസ്സായാലും ഡ്രസ്സൊന്നും മേടിച്ച് തരൂല എനിക്ക്. എവിടെയെങ്കിലും പപ്പയും അമ്മയൊന്നും മിണ്ടാനോ അവരോട് ഫോൺ വിളിക്കാനോ വീട്ടിൽ പോകാനോ ഒന്നും അനുവാദമില്ല. അപ്പോൾ ഇവരെവിടെയെങ്കിലും കടയിലൊക്കെ മേടിച്ചു പറയും, ഏതെങ്കിലുമൊക്കെ പരിചയമുള്ളടത്ത് കൊണ്ടു കൊടുക്കും. ഞാൻ പോയി മേടിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് കുഞ്ഞിനെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക എൻ്റെ നിർബന്ധത്തിലാണ് കോൺവെൻറ്റിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അപ്പോഴും ഞാൻ 3 മണിക്ക് എണീറ്റ് സർവ്വ കാര്യങ്ങളും ചെയ്ത് എല്ലാം ചെയ്ത് ഇയാൾക്കുള്ള ആഹാരം സെപ്പറേറ്റ് പ്രത്യേകം, കുഞ്ഞിനുള്ളത് പ്രത്യേകം എല്ലാം എടുത്തു വെച്ചിട്ടാണ് 6ൻ്റെ ബസ്സിന് ഞാൻ ജോലിക്ക് പോകുന്നത്. പോയിട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഇയാളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ ബുദ്ധിമുട്ടെന്ന് അയാളുടെ ആ വീട്ടിൽ അയാളുടെ ആ കട്ടിലിൽ ഇച്ചിരി എനിക്കും കുഞ്ഞിനും ഉറങ്ങാൻ സ്ഥലം തരുന്നു. അല്ല കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിനോ കുഞ്ഞിന് ഡ്രസ്സ് മേടിക്കുന്നതിനോ കുഞ്ഞിന് ആഹാരം മേടിക്കുന്നതിനോ എൻ്റെ കാര്യം നോക്കുന്നതിനോ ഒന്നിനും അയാൾക്ക് ബാധ്യതയില്ല. കാരണം 5000 രൂപ സാലറി എങ്കിലും കുഞ്ഞിനെ ഫ്രീ ആയിട്ട് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ വർഷം തോറും യൂണിഫോം പുസ്തകം മാത്രം കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതി. എനിക്ക് ആഹാരമല്ല അവിടെ നീ വൈകിട്ട് ഒരു നേരം മിക്ക ദിവസം കഴിക്കാത്ത ദിവസങ്ങളാണ് വീട്ടിൽ വന്നിട്ട് സമാധാനം കാണൂല. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മയും മോനും ഞാനും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് സംഭവം ശരിയാണ്. കാരണം ഒരു കുടുംബമായി കഴിഞ്ഞാൽ അവരുടേതായ സ്വകാര്യ ജീവിതത്തിൽ ഈ അമ്മ കടന്നു കയറും. നമ്മൾ എന്തെങ്കിലും ഉറച്ചൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഉടനെ അമ്മ ഒന്ന് ഏറ്റെടുത്തിട്ട് മോനെ അങ്ങ് മക്കളെ മോനെ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളും പറഞ്ഞ് അവരെ അങ്ങ് എടുത്തോളും. പിന്നെ നമ്മളുമായിട്ട് ഒരുമിക്കാനോ മിണ്ടാനോ എത്രമാത്രം അകലാൻ നോക്കോ അത്രമാത്രം അവർ ചെയ്തോളും. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം പിണങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രമ്യ ആഹാരം കൊടു എന്നൊന്നല്ല, ഇവരോട് മോൻ എന്താണോ ഇഷ്ടം അതെല്ലാം വേവിച്ചുറക്കി കൊടുത്ത് മോൻ അവരിലോട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദേഷ്യം എന്നോട് ഇയാൾക്കുണ്ടാവും. അതവിടെ നടക്കുന്നത്. എന്നും പ്രശ്നം എത്ര അടിച്ചിരുന്നാലും അല്ലെങ്കിൽ നീ അവളെ അടിക്കരുത്, ഒരു പെണ്ണാണ് എന്നല്ല, നാട്ടുകാരറിഞ്ഞ് നാണക്കേടാ. ഇതാ പ്രശ്നം. നാട്ടുകാരറിയുമ്പോഴത്തേക്ക് നാട്ടുകാരറിഞ്ഞ് റോഡിൽ കയറുമ്പോൾ എന്താണ് അവിടെ നടന്നത്, എന്തിനാണ് വിളി കേട്ടത് എന്നൊക്കെ ചോദിക്കുന്നതാണ് ഈ അമ്മയ്ക്ക് പ്രശ്നം. ഈ അമ്മ പറഞ്ഞ ഏകദേശം ഈ മോൻ കേൾക്കും, പക്ഷേ ഈ അമ്മ പറയൂല അടിക്കൽ. ഈ കുഞ്ഞിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല ഈ അമ്മയ്ക്ക്. കാരണം ഇത്തിരി കുസൃതിയാണ് മേഡം. അപ്പോൾ എന്ത് പറഞ്ഞാലും അപ്പൻ്റെ സ്വഭാവമാണ് മോനും. അപ്പോൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കയ്യേ നീട്ടുള്ളതാണ്. അപ്പം ഞാൻ അത് കണ്ടല്ലേ കുഞ്ഞു വളർന്നു. അപ്പോൾ ഞാൻ ന്യായീകരിക്കുകയല്ല കുഞ്ഞിനെ. എന്നിരുന്നാലും ഒരു കൊച്ചെന്നുള്ള ഇതിൽ ഇവൻ ആരും ഇല്ലാത്തപ്പോൾ ഇവൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. ഇവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ തിരിച്ചടിക്കുകയെന്നുള്ളയും ഇഷ്ടം പോലെ പ്രാവയൊക്കെ ചെയ്യും. പക്ഷെ മോൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്തുള്ള സ്നേഹം ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, ഭയങ്കര അഭിനയമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് നേരത്തെ ഇവന് ഈ കുഞ്ഞിനും അതാ നേരത്തെ കാണിച്ചത് അവൻ്റെ മനസ്സിൽ ഇവൻ തിരിച്ച് പ്രതികരിക്കും. മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെൻ്റെ ദേഹത്ത് കെട്ടുമ്പോഴത്തേക്കും ഇവൻ കൈ തട്ടിത്തെറിപ്പിക്കുക പോടി എന്ന് പറയും. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് മോനെ അറി പ്രയാസമായി തോന്നും. അപ്പോൾ ഈ കുഞ്ഞിനെ ഈ ചേട്ടൻ അടിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കുഞ്ഞിനെ അടിക്കുന്നതാണ്. അപ്പോൾ ഈ കെട്ടിയ എന്നെ അടിച്ചാലും കുഞ്ഞിനെ അടിച്ചാലും അവർക്കത് ആനന്ദമാണ് കണ്ടെത്തുന്നത്. എന്നിട്ട് നാട്ടുകാരോട് പറയും അങ്ങനെയല്ല അവൻ കുടിച്ചും കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഏകദേശം അറിയാന്നുള്ളവരടുത്തെ മോനെ കുറ്റപ്പെടുത്തി പറയുള്ളൂ. വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മയുണ്ട്, അമ്മയാണ് പ്രശ്നമെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? കാരണം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നു, വേറെ ഒറ്റയ്ക്ക് നിങ്ങൾ മാത്രം താമസിച്ചിരുന്നു. അപ്പോഴൊന്നും ഈ പ്രശ്നവും ത്തിന് കുറവുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അമ്മ ഒരു അമ്മയാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ വീട്ടിൽ വന്നതിന് ശേഷം മദ്യപാനം അല്ല ഇയാളുടെ പ്രശ്നം. കാരണം ഒറ്റയ്ക്കായിരുന്നപ്പോഴത്തേക്കും മദ്യപിക്കുമ്പോൾ ഉള്ള പ്രശ്നമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും വേറെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്കും ഇപ്പൊ കൂടുതലും പ്രശ്നം അമ്മയാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ആഹാരം വെച്ചു കൊടുക്കാനായിരുന്നാലും എന്തൊരു കാര്യമായിരുന്നാലും അമ്മ അങ്ങ് ഇടപെടും. അപ്പൊ അത് അത്രയും വെറുപ്പ് എന്നോട് ഈ പുള്ളിക്കാരൻ കാണിക്കും. ചില അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൂടുതൽ അങ്ങ് അകന്നോട്ടെ,
ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ അവരോട് ഒന്ന് ചോദിക്കണം. ആഹാരം എന്താ എന്ന് പറയും. ഇതിപ്പം അവര് പിണക്കമാണെന്ന് പറഞ്ഞാൽ ഉടനെ അവര് കയറി അങ്ങ് പാചകം ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാൻ. ഇതൊരു ആവശ്യമല്ല, നെസസിറ്റി അല്ല എന്ന് വരുത്താനുള്ള ശ്രമം. ഈ ഓപ്പറേഷൻ ചെയ്ത വയറ്റില് ചവിട്ടി ഈ അമ്മ മുമ്പ് നോക്കി നിൽക്കുക മേഡം. കാരണം ഞാൻ എന്നെ 2-3 ചവിട്ട് കിട്ടിയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ കൈ വെച്ച് തടുത്തു. കാരണം എനിക്കറിയാം എൻ്റെ വയറിലൊരു ചവിട്ട് കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം എനിക്ക് കക്കൂസി പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഓവറായിട്ട് ജോലി ചെയ്തിരുന്നാലും ആ ബുദ്ധിമുട്ട് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വെയിറ്റൊക്കെ ഒത്തിരി എടുക്കുവാണെങ്കിൽ പിന്നെ ഞാൻ പാടുപെടും. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും അത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ കാരണം ഈ സൈഡിലെ കുടലിരുന്നു. അപ്പോൾ ആ വാക്ക് നോക്കിയാൽ പുള്ളിക്കാരൻ ചവിട്ടുന്നത് 2 ചവിട്ട് ഞാൻ ഈ കയ്യിൽ തടുത്തു. കാരണം ചെരുപ്പിട്ടുകൊണ്ടാണ് ചവിട്ടിയത്. എന്നിട്ട് ഇയാൾക്ക് ചവിട്ടാൻ കിട്ടുക ലക്ഷ്യത്തിൽ ഈ 2 കൈയും കൊണ്ട് 2 തലമുടി ഇങ്ങനെ കുത്തിപ്പിടിച്ചു. ആ പിടിച്ചങ്ങ് വലിക്കുക. അപ്പോൾ ആ പിടിയോടെ ഞാൻ ഈ കൈ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ആ ലെക്ക് നോക്കി കാല് വെച്ച് ചവിട്ടി. ഈ ചവിട്ടോടെ ഞാൻ കുനിഞ്ഞിരുന്ന് കരയാം. എന്നിട്ട് ഈ അമ്മ ബാക്കി നോക്കിയിരിക്കുക. മോൻ ചവിട്ടിയല്ലേ അമ്മ എന്നിട്ട് വന്ന് എന്താണെന്നോ അല്ലെങ്കിൽ മാറെന്നോ അല്ലെങ്കിൽ അവളെ അടിക്കരുതെന്നോ ഏതോലും ഞാൻ അപ്പോൾ ഉറച്ചു കരഞ്ഞു. കാരണം എനിക്കറിയാം ഇനി അടുത്തും ഈ പിടിയോടെ ആണെങ്കിൽ അയാൾ ഇപ്പുറം ചവിട്ടും. ഉറച്ചു വിളിച്ചപ്പോൾ നാണക്കേടാ, നാട്ടുകാരെയാക്കും. ഒരു ദിവസം അവർക്ക് സമാധാനമില്ല എന്നേ പറയുള്ളൂ. നമുക്കൊരു കാലം സമാധാനമില്ല, നമുക്ക് കിടന്നുറങ്ങാൻ പറ്റൂല, നമുക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. കാരണം ഇവർ പറയുന്നത് അവ അടിക്കുമ്പോൾ ഒന്ന് അവിടെ എണീറ്റ് മാറണം, ഇല്ലെങ്കിൽ ഉറച്ച് വിളിക്കരുത്. കാരണം മാറാം, അതിന് കുഴപ്പമില്ല. കാരണം ഇവരെ വേറെ ഒരു റൂമിൽ എനിക്ക് കയറാൻ പാടില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. ഈ ഒരു റൂമേ ഉള്ളൂ എനിക്ക് എല്ലാത്തിനും. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്താഹാരം പാചകം ചെയ്യാനും കൊണ്ടുവച്ച് കഴിക്കുന്നതിനകത്ത് ഇത് പുറത്തോട്ടിരുന്ന് കഴിക്കാനോ ഒന്നും പറ്റില്ല. കാരണം അങ്ങനെ ആ വീട്ടിലെ അവസ്ഥ. ഇപ്പൊ ആ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാളായി? ഇപ്പൊ 2 മാസമായി. 2 മാസം. എന്ത് കാരണത്തിന്റെ പേരിലാ പോയത്? ഇതുപോലെ വഴക്കാണോ? ഇതുപോലെ വഴക്ക് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ എങ്ങും പോകാൻ പാടില്ല റോഡിൽ. അപ്പൊ ഈ ജോലിക്ക് പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഈ ഞാൻ പിണങ്ങുന്നതിന് 2 ആഴ്ചത്തേക്ക് മുമ്പ് പറഞ്ഞു 5000 രൂപ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. 4500 രൂപയേ ഉള്ളൂ. കുഞ്ഞിന് 500 രൂപ ഫീസ് പിടിക്കും, പിന്നെ 4000 രൂപയേ ഉള്ളൂ. അല്ല 500 രൂപ പോസ്റ്റ് ഓഫീസ് ഇടും, പിന്നെ 3500 ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞിന്റെ ഫീസൊന്നും പിടിക്കൂല. ഈ 1500 രൂപ അല്ലെങ്കിൽ 1000 രൂപയായിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് ഇടും. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും മേടിക്കും. ഒരു മാസം ഒരു 10 കടയുണ്ട്. അപ്പോൾ എന്തെങ്കിലും മേടിക്കുന്നെങ്കിൽ 500 രൂപ അവിടെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ഇതിന് വേണ്ടിയിട്ട് 1500 ഞാൻ ബാക്കിലോട്ട് പിടിച്ചിട്ട് 3500 രൂപ പുള്ളിക്കാരനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുന്ന കണക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം പോവുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, 5000 രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തരണം, അല്ല നീ പോകണ്ട. അപ്പോൾ ഞാൻ 5000 രൂപ എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ആ കിട്ടില്ലെങ്കിൽ നീ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്നു. അതിന് പിന്നെ പ്രശ്നമായില്ല. ഈ പ്രശ്നം പിന്നെ വഷളാക്കി അമ്മയാണ്. അമ്മ പറയാം അവന് ഇഷ്ടമില്ലെങ്കിൽ നീ ജോലിക്ക് പോകരുത്. കാരണം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം നല്ല ഡ്രസ്സ് ഇടും, കുറഞ്ഞതാണേലും നല്ല വൃത്തിയായിട്ട് നല്ല ഡ്രസ്സ് ഇടും. ഒരു ചുരിദാറുണ്ടായിരുന്നു എനിക്ക്, കീറിയ ചുരിദാർ. 2-3 കല്യാണങ്ങൾക്ക് ഞാൻ പോകാതിരുന്നിട്ടുണ്ട് ഈ ചുരിദാർ, എനിക്ക് തുണിയില്ലാത്തതുകൊണ്ട്. അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്ക് തുണികളില്ല. ആൾക്കാർ ചോദിക്കുമ്പോൾ തുണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു. ആ സമയം അമ്മയും പുള്ളിക്കാരനും കൂടെ ഒരു കല്യാണത്തിന് പോകും. കുഞ്ഞിനും നല്ല ഡ്രസ്സൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് നോക്കിയപ്പോൾ സ്വന്തം കാലിൽ നിൽക്കും എന്നുള്ളൊരിതായപ്പോഴത്തേക്കും പിന്നെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ജോലി മതിയാക്കി ഞാൻ വീട്ടിൽ ഇരിക്കണം. കാരണം വീട്ടിലെ അമ്മയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ജോലിയൊന്നും ചെയ്ത് കൊടുക്കും. പശുക്കളുണ്ട്, 2 പശുക്കൾ കാര്യങ്ങളൊക്കെ. അപ്പം അമ്മ അത് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ പ്രത്യേക ആഹാരം പാകം ചെയ്യുന്നതൊക്കെ പ്രത്യേകമാണ്. ആദ്യം മുതലേ പ്രത്യേകമായിരുന്നു. കാരണം ഇപ്പൊ ചേട്ടൻ കുറച്ചു നാൾ ഒന്നിച്ചായിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ ഇവർക്ക് പൈസ കൊടുക്കൂല എന്നും ഞങ്ങൾക്ക് അധികം ചെലവാണെന്നും പറഞ്ഞിട്ട് ചേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് പ്രത്യേകം അയപ്പിച്ചു. കാരണം എനിക്ക് വരുമാനമൊന്നുമില്ല, ചേട്ടൻ ഇത്ര കൊണ്ടുവരുന്നെന്ന് അവർക്കറിയാനും എങ്ങനെ കഴിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു, ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു, ആഹാരത്തിന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഇപ്പം ഈ പ്രശ്നം ഉണ്ടാവാൻ കാര്യം ആധാറിൻ്റെ ഇൻഷുറൻസിൻ്റെ ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു, ആരോഗ്യ ഇൻഷുറൻസിൻ്റെ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പുള്ളിക്കാരൻ എങ്ങും വിടൂല. കാരണം എൻ്റെ അമ്മയും പപ്പയും ഞാൻ കാണരുത്, എൻ്റെ കുഞ്ഞ് കാണരുത്. അപ്പോൾ ഒന്നും തരാത്തതുകൊണ്ട് അവർക്ക് വേണ്ട എന്നാണ് ചേട്ടൻ്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകണ്ടെന്നോ. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ നിങ്ങൾ അന്വേഷിക്കൂല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നീ ജോലി ചെയ്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ആദ്യം പറയാം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത്രയും ഓപ്പറേഷൻ കാര്യം ഇപ്പോഴാണ് എന്താ അസുഖം വരുന്നതെന്ന് പറയാൻ പറ്റില്ല, എടുക്കണമെന്ന്. അപ്പം നീ ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെളുപ്പാങ്കാലം 3 മണിക്ക് എൻ്റെ കുഞ്ഞന്ന് ഉറക്കം എണീറ്റു.
അപ്പോൾ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ ജോലിക്ക് വന്നത്. അപ്പോൾ ഇവൻ കോൺവെന്റ് വരണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അപ്പം ഞാൻ കൂടെ കൊണ്ടുപോയി ജോലിയും കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് അമ്മയും പപ്പയും കൂടെ സ്കൂട്ടിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പോഴത്തേക്കും ഞാനും കുഞ്ഞുമായിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ എൻ്റെ അമ്മായി അമ്മ അവിടെ ഇല്ല, അവർക്ക് ഫോട്ടോ എടുക്കാൻ പോകണം. അപ്പോൾ പുള്ളിക്കാരൻ മരം വെട്ടാൻ പോയിട്ട് വരുന്ന മുന്നേ തന്നെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. അവിടെ പട്ടകുളം ചന്തയെന്ന് മീനൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് കറി വെച്ച് പുള്ളിക്കാരൻ വരുന്നുമ്പോൾ എല്ലാ പാചകവും ചെയ്തു വെച്ചു. അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി കുഞ്ഞിനെ, കാരണം പപ്പ പേനയും പെൻസിലും ഒക്കെ കുഞ്ഞിന് മേടിച്ചു കൊടുത്തത് പുള്ളിക്കാരൻ കണ്ടു, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആര് മേടിച്ചതെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ മേടിച്ചതെന്ന് കുഞ്ഞു പറഞ്ഞു. അങ്ങനെ എന്തിനാണ് നീ അവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഈ കറി വെച്ച രണ്ട് മീനുണ്ടായിരുന്നു, ചട്ടിയെടുത്ത് പുറത്തിട്ട് ചിലവായിട്ട് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ വീട്ടിൽ ഇനി കഞ്ഞി മാത്രമേ വയ്ക്കാവൂ, വേറെ കറികളൊന്നും വയ്ക്കണ്ട, നീ വേറെ ഒന്നും കഴിച്ച് ഇങ്ങനെ സുധിക്കണ്ട എന്നുള്ള ഇതിൽ രണ്ട് മീൻ ചട്ടി അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ഇയാൾ കുറേ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഈ തലമുടി ഇങ്ങനെ പിടിച്ച് കുനിച്ചിട്ട് കുറുക്കിൽ ഇടിയും തന്നിട്ട് പുറത്തിറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്നപ്പോഴത്തേക്കും ഞാൻ കേട്ട് കഞ്ഞിയായിട്ട് കോരട്ടാന്ന് ചോദിച്ചു. വന്ന് കയറുമ്പോൾ അമ്മ പറയാം അവന് കഞ്ഞി വരട്ടെ എന്ന് ചോദിച്ചാൽ അന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, വൈകിട്ട് കഞ്ഞി കുടിച്ചു. അന്ന് രാത്രി ഈ പ്രശ്നം വന്നിട്ട് ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ഒരാഴ്ച വരെ കഞ്ഞിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, വേറെ ഒന്നും വെക്കാൻ നമ്മ. അപ്പോൾ കുഞ്ഞിന് എന്നും കഞ്ഞി കൊടുക്കാൻ പറ്റും, ഞാൻ ഒരു അമ്മയല്ലേ, അതുകൊണ്ട് പിന്നെ 2 ചപ്പാത്തിയോ 2 പൂരിയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കുഞ്ഞിന്. അപ്പോൾ ഇതെല്ലാം അമ്മ കണ്ടോണ്ടിരിക്കുക, കാരണം മോൻ എന്ത് ചെയ്താലും നമ്മളത് മോനെ ഊട്ടിക്കൊണ്ടിരിക്കണം, അത് അമ്മയുടെ സ്വഭാവം. സാരമില്ല മേഡം, നമ്മൾ എന്ത് ചെയ്താലും ഞാൻ ചെയ്യാൻ താല്പര്യമുള്ളതോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവര് അനുവാദം ഇല്ല, വേവിക്കണ്ടെന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ വേവിക്കില്ല കഞ്ഞി. അപ്പോൾ ഈ ചെറിയ ചക്കയടത്ത് ഇടിച്ചൊക്കെ തോരനും വെച്ച് കഞ്ഞിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നു. വൈകിട്ടായപ്പോൾ അമ്മ പറയാം അവന് കഞ്ഞി കൊടുക്കണ്ട, ചോറായിട്ട് കൊടുന്നു. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു, നിങ്ങളെ മോനായിട്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അപ്പോൾ അവരെന്ന് പറയും അന്ന് നമ്മൾ ചോറാക്കാം, അതുവരെ കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സ്നേഹമായിട്ട് ചിരിച്ചോണ്ടാ പറഞ്ഞു. അപ്പോൾ ഏത് അമ്മമാരും മക്കൾ കഞ്ഞി കുടിക്കുമ്പം ഇങ്ങനെ പറയും, അതിന് നീ വലിയ മുട കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് അലച്ചോണ്ടൊക്കെ കിടന്നു. പിറ്റേന്ന് അപ്പോൾ പിറ്റേന്ന് കഞ്ഞിയാണ്, ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുഞ്ഞു പറഞ്ഞ അമ്മ എനിക്ക് കഞ്ഞി കുടിച്ച് വിഷം കുടിക്കും പോലെ ഇരിക്കുന്നു, എനിക്ക് 2 പൂരി ഉണ്ടാക്കി താമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറയുക നിൻ്റെ അമ്മയ്ക്ക് പൂരിയും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ മേടിച്ചു കൊടുത്താണ് ഇങ്ങനെ ഒരു പൊക്കയും ഇല്ലാതെ, അതായത് സ്ത്രീധനമൊന്നും ഇല്ലാതെ ഇങ്ങനെ ആയത്, അതുകൊണ്ട് നീ മരം വെട്ടുകാരൻ്റെ കുട്ടിയാണ്, ആ അവസ്ഥയിൽ നീ വളരാവൂന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എന്ന് പറഞ്ഞു മദ്യപിക്കാനും കഞ്ചാവ് വലിക്കാനും പെട്രോൾ അടിച്ച് കൂട്ടുകാരന്മാരോടൊപ്പം കറങ്ങാനും കാശുണ്ട്, കുഞ്ഞിനൊന്നും മേടിച്ചു കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞു തീരുന്ന മുന്നേ അടിയായി, പ്രശ്നമായി. പിന്നെ ഞാൻ കുറേ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കഥ പൂട്ടി മുറിക്കകത്ത് നിന്നു. ഇയാൾ ജന്നൽ വഴി 2 പേരും കോമാളി ഒരു തലയിൽ ഒഴിച്ചു, അവിടെ പശുവുണ്ട്, ജന്നൽ വഴി ഒഴിച്ചു. അതിലും ദേഷ്യം തീരാത്തതുകൊണ്ട് കതവിനെയൊക്കെ ചവിട്ടി തുറന്ന് 2-3 പീസായിട്ട് കതവ് പൊട്ടിപ്പോയി. ചവിട്ടി തുറന്ന് കട്ടിൽ പിടിച്ച് തള്ളിയിട്ട് പുറത്ത് കയറിയിരുന്ന് ഞെക്കി, കൊല്ലാനും നീ ഇന്നത്തോടെ ജീവിച്ചത് മതി, നിന്നെ എനിക്ക് വേണ്ടാന്ന് കുറേ കാലം കൊണ്ടേ പറയണം, നിൻ്റെ അടുത്ത് മരിക്കാൻ പറഞ്ഞാൽ നീ കേൾക്കൂല, അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ കൊല്ലാന്ന് പറഞ്ഞിട്ട് കയറിയിരുന്ന് ഞെക്കി. അപ്പോൾ ഇത് കുഞ്ഞവിടെ കണ്ടോണ്ട്, അപ്പം ഞാൻ ഇയാൾ പിടിവിടാത്തതുകൊണ്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ ഇയാളെ ബനിയൻ വലിച്ചു കയറി, കിട്ടുന്ന ബനിയൻ അങ്ങനെ പിടിവിട്ടു. ബനിയൻ കീറുന്ന പുതിയ ബനിയനായതുകൊണ്ട് കീറിയതുകൊണ്ട് പിടിവിട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഡ്രസ്സിനെ അവിടെ ഇട്ട് കുളിച്ചു, തലവഴി കോമാളിയാണ്, കുളിച്ചും കൊണ്ട് നേരെ സ്റ്റേഷനിൽ പോയി ഒരു പേപ്പർ വെസ്റ്റ് സൈഡ് എടുത്ത് പരാതിയും കൊടുത്തിട്ട് നേരെ വീട്ടിൽ വന്നു. അന്നോട്ട് വീട്ടില പരാതി കൊടുത്തത് ഇതുപോലെ ചേട്ടൻ ഭയങ്കര ഉപദ്രവാ, എന്നും കഞ്ചാവാ, അതുകൊണ്ട് എനിക്ക് ഞാൻ വീട്ടിൽ പോയി നിൽക്കുക, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്നുള്ളതില്ല. കാരണം കുറച്ച് എന്നും അത് ഇപ്പോൾ 2-3 പ്രാവശ്യമായി ഞാൻ ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേക്കും അടി കൊണ്ട് നിവർത്തിയില്ല, പിന്നെ ഒരു സമാധാനം കാണൂല. അന്വേഷിച്ച ഇയാളെ ചേട്ടനെ വിളിച്ചായിരുന്നു, ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്കും പിറ്റേന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ വന്നില്ല. ഒടുക്കം അവര് ചോദിച്ചു എന്ത് വേണോന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മാറി കൊടുക്കാൻ ഡ്രസ്സ് ഇല്ലാതെയാണ് ഞാൻ വീട്ടിൽ, ഞാൻ എൻ്റെ ഡ്രസ്സും സാധനങ്ങളും വേണോന്ന്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു വനിതാ പോലീസിന് 2-3 പോലീസുകാരെ വിട്ട് വാനില് സാധനങ്ങളെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടാക്കി. അതിനെ സംബന്ധിച്ച് നീ എന്തിനാ സ്റ്റേഷനിൽ പോയി ഇല്ല അങ്ങനൊന്നും വന്നില്ല. പിന്നെ അന്നോട്ട് എന്റെ വീട്ടില. അപ്പൊ 6 ദിവസം കഴിഞ്ഞ് അമ്മയ്ക്ക് ബ്ലീഡിങ് അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. ഞാൻ രാവിലെ ഗവൺമെന്റ് ജോലിക്ക് പോയപ്പോഴത്തേക്ക് എന്റെ അമ്മയ്ക്ക് അപ്പൊ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയതിന്റെ അന്ന് രാവിലെ ഞാൻ രാവിലെ ഉച്ചവരെ ഗവൺമെന്റ് ജോലിക്ക് പോയി. ഉച്ചയ്ക്ക് പപ്പയെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത്, പപ്പയും ചേച്ചിയും കൂടി. അപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ച് പറയാം അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാണ്,
എൻ്റെ അടുത്ത് അങ്ങ് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകുമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ പോയി. അതായത് 6-ാം തീയതി. 7-ാം തീയതി ഒരു ഉച്ചയായപ്പോഴത്തേക്കും കാട്ടട സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. എൻ്റെ അമ്മായിയമ്മ ഒരു പരാതി തന്നിട്ടുണ്ട്, 10,000 രൂപ ഞാൻ കട്ടുകൊണ്ട് പോയി, അതുകൊണ്ട് നീ പൈസ എന്താണെന്ന് വെച്ചാൽ വന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതുപോലെ ആശുപത്രിയിലാണ്, ഈ കട്ടുകൊണ്ട് വന്നെന്ന് പറയുന്നത് എൻ്റെ അന്ന് രാവിലെ ഞാൻ 6 മണിക്ക് കോൺവെൻറ്റ് ജോലിക്ക് പോന്നു, ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ ഇതുപോലെ ആശുപത്രിയിലും വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു, സ്റ്റേഷനിൽ പോയി. വീട്ടിൽ വന്നിട്ട് സാറിനെ വിളിച്ചു, സ്റ്റേഷനിൽ പോയി. അവർ പറയുക അവർ ലോൺ അടയ്ക്കാൻ വെച്ചെന്ന്. കാരണം എൻ്റെ പേരിനെ പുള്ളിക്കാരൻ ലോൺ, ഈ 10 സെൻറ്റ് സ്ഥലം വെച്ചാൽ ലോൺ എടുത്തത്. അപ്പോൾ ആ പൈസ ഈ പുള്ളിക്കാരനെ അടച്ചുകൊണ്ടിരുന്നത്. ഈ ജോലിക്ക് പോയതിന് ശേഷം പിന്നെ കുറേ ദിവസം, ഏകദേശം 1 വർഷം പെൻഡിങ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് 10 സെൻറ്റ് സ്ഥലം ജപ്തിയായിട്ട് പോകാതിരിക്കാൻ വേണ്ടി 1 മാസം സാലറി എടുത്ത് ഞാൻ അടച്ചു. എന്നിട്ട് ബാക്കി ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ബുക്കെല്ലാം എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവർ വന്ന് പറയുക, ഇവരെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന കാശാണ് ഞാൻ എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ 6 മണിക്കാണ് ഞാൻ അവരെ വീട്ടിൽ പോയത്. കാരണം 6:10 ബസ്സിനാണ് ഞാൻ കോൺവെൻറ്റിൽ പോകുന്നത്. 6 മണിക്കാണ് ഞാൻ അവരെ വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയത്. അവിടെ ചപ്പാത്തി പ്രസ് കണ്ടില്ല. അങ്ങനെയാണ് ഞാനെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ SI പറഞ്ഞു, ഒരു കുട്ടിയെ വെറുപ്പാണെങ്കിൽ അവളെ പേരിന് കള്ളക്കേസ് കൊടുത്തല്ല കൊടുക്കേണ്ടത്, നേരായുള്ള ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്, അത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ മോനോ ഭർത്താവ് ആരെങ്കിലും എടുക്കും, അവരോട് തിരക്കാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല സാറേ ഞാൻ തന്നെ എടുത്തെന്ന് പറഞ്ഞു. കാരണം അവർ കൊടുക്കാൻ കാരണം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ അവരെ വീട്ടിൽ പിന്നെ വലിഞ്ഞേറി ചെല്ലും. അങ്ങനെ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു പെറ്റിഷൻ കൊടുത്തത്. അതിനുശേഷം ഈ വീട്ടിൽ പോയതിനു ശേഷം ബിജുവായിട്ട് ഫോണിൽ സംസാരിക്കാറൊക്കെ ഞാൻ വിളിക്കും, ഞാൻ ഫോൺ എടുക്കൂല. എന്തെങ്കിലും ഒരു ദിവസം എടുക്കുവാണെങ്കിൽ തെറിയ പറയാം. അപ്പോഴത്തേക്കൊക്കെ ഞാൻ ചോദിക്കും, എന്നെ വേണ്ടേ, എൻ്റെ കൊച്ചിന് അച്ഛൻ വേറെ ആരെയും കൊടുക്കാൻ എനിക്ക് പറ്റൂല, നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ പറയാ അങ്ങനെ ഇയാൾക്ക് വേണം, പുറത്ത് പറയാൻ കൊള്ളത്തില്ല അയാൾ പറയുന്ന വാക്ക്. എൻ്റെ അമ്മയും കൂടെ അയാൾക്ക് ഭാര്യയായി ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവരെന്നെ അന്വേഷിച്ചോളാം. ഈ പരാതിയിൽ എന്താണ് പ്രധാനമായിട്ടും കുട്ടി ഉദ്ദേശിക്കുന്നത്, എന്താ വേണ്ടത്? എനിക്കറിയില്ല മാഡം. ഒരുപാട് ഉപദ്രവിക്കുമെങ്കിലും അല്ലാത്ത സമയത്ത് രമ്യയോട് ഭയങ്കര സ്നേഹമാണോ? ഭയങ്കരമായിട്ടൊന്നുമില്ല മാഡം, എന്നാലും സ്നേഹമാണ്. തിരിച്ച് രമ്യക്കും സ്നേഹമാണ്. ഇയാളുടെ ഈ അടിയും മദ്യപാനവും ആണ് പ്രശ്നമല്ലേ? കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് തീർച്ചയാണോ? കഞ്ചാവ് എന്റെ കുഞ്ഞിനും അറിയാം. കാരണം ഓരോ പൊതി കൊണ്ടുവന്നിട്ട് ഓരോ ബീഡി മേടിക്കുകയാണെങ്കിൽ ആ ബീഡി മൊത്തം ഫില്ല് ചെയ്ത് മൊത്തം അത് വെച്ചേ വലിക്കത്തുള്ളൂ. കഞ്ചാവ് ബീഡിയുടെ കുഞ്ഞിനും അറിയാം. കാരണം ഒരു പൊതി കിടക്കുവാണെങ്കിൽ അവൻ ഉടൻ പറയും പപ്പയുടെ കഞ്ചാവാണെന്ന് പറയും. ഇതിങ്ങനെ ഒരു ഒരു എന്ത് അപകടമെന്നറിയാവോ? കഞ്ചാവ് എന്നൊക്കെ പറയുന്നവര് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാര് അത് വിതരണം ചെയ്യുന്നവരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അവർക്കല്ലേ ഇത് കിട്ടൂ. ഇത് ഇവര് പൊടിക്കൊച്ചിനെ കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇപ്പോഴും വളരെ ചെറുപ്പമാണ് കുട്ടി. ഇത് ഈ കള്ളനും കൊലപാതകമായിട്ട് മാത്രം ബന്ധമുള്ള ആളുമായിട്ട് എന്ത് വിശ്വാസത്തിന്റെ പേരിൽ ഇത്രയും ഉപദ്രവിക്കുന്ന ഒരുത്തന്റെ കൂടെ വീണ്ടും വീണ്ടും താമസിക്കണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ആലോചിച്ച് നോക്ക്. ആ കുഞ്ഞിനെ എന്താക്കാനാ ഉദ്ദേശിക്കുന്നത്? ഇയാളെ പോലെ ഒരു ക്രിമിനലായിട്ട് വളർത്താനാണോ ഉദ്ദേശിക്കുന്നത്? ഇത് നന്നായിട്ട് സ്നേഹമായിട്ട് നോക്കിയിരുന്ന അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ തോന്നി? നിങ്ങൾക്ക് എന്ത് തോന്നി കാട്ടുമാക്കൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി പോവാനായിട്ട്? ഇയാളൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഒരു ജീവിതമായിട്ട് സങ്കല്പിച്ചിട്ടില്ല ഇയാളെ ആ നിമിഷമൊന്നും. അയാൾ പറയാ ഒരു പുഴുത്ത പട്ടിയെ പോലെയാണെങ്കിൽ അയാളോടത്ത് താമസിച്ചാൽ മതി. കാരണം ഒരു സ്വാതന്ത്ര്യമില്ല, വേണ്ട. അയാൾ ഇച്ചിരി സ്നേഹം തരുക, അല്ലെങ്കിൽ ഒരു വേറെ ഒന്നും ഉപദ്രവിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്താൽ അത് മതി എനിക്ക് ജീവിതം. അതേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അയാൾക്ക് പിന്നെ പറയാം അയാൾക്ക് ഭാര്യയായിട്ട് വേണ്ട, ഒരു കുഞ്ഞിന്, ഞാൻ ഇന്നും പറയാം എൻ്റെ കുഞ്ഞിന് വേറൊരു അച്ഛന് കൊടുക്കാൻ എനിക്ക് കഴിയൂല. അപ്പം മരിച്ചു പോയെങ്കിൽ ശരി, നമുക്ക് മരിച്ചു പോയ മക്കളെ എന്ന് പറയാം. ഒരാൾ ജീവിച്ചിരിക്കുക, അയാൾ 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മക്കളെ എൻ്റെ അപ്പനാണ്, നാളെ ഒരു കാലം എന്താ അവൻ എന്നോട് തിരിഞ്ഞ് ചോദിക്കുവാണെങ്കിൽ മറുപടി ഇല്ല എന്നുള്ള ഇതിലായിട്ടാണ് ഞാൻ ഓരോ നിമിഷം അയാളെ കാല് പിടിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് അച്ഛനാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഒരു പുഴുത്ത, ഇങ്ങനെ ഈ സ്വരെ പറയാം കുഞ്ഞിനോടും ഇങ്ങനെ, എൻ്റെ അമ്മ ഒരു പുഴുത്ത പട്ടിയെ പോലെ ഇവിടെ കിടക്കുവാണെങ്കിൽ കിടന്നാൽ മതി, അല്ലാതെ എനിക്ക് യാതൊരു കാരണത്തിനോടെ വേണ്ടാന്ന്. ഇപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെ കിടന്നോളാം, ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ വളർത്തി വീട്ടു ചെലവ് നടത്തി ഞാൻ ഇവിടെ താമസിച്ചോളാം, എന്നാലും അയാൾക്ക് വേണ്ട. അയാളെ ഒഴിവാക്കണമെന്നുണ്ടോ?
ഏതെങ്കിലും രീതി ഡൈവോഴ്സ് ഫയൽ ചെയ്ത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ട്. സ്നേഹം ഉണ്ടെങ്കിലും ഇനി ഒരുമിച്ച് ജീവിക്കണ്ട. ഇല്ല, വേണ്ട. വേണ്ട. അമ്മയൊക്കെ വന്നിട്ടുണ്ടോ? അവരെ വിളിക്കാം. മഴക്കാലം അടിച്ചു പൊളിക്കാൻ എന്റെ വീട്ടിൽ ധാരാളം അവസരങ്ങൾ കൈവരുന്നു. ഒപ്പം ചെളിയും. ചെളിക്കൊപ്പം എത്തുന്നു അസുഖങ്ങൾ പരത്തുന്ന ഒട്ടേറെ രോഗാണുക്കൾ. അതിനാൽ ലൈസോൾ മാത്രം. അത് 100 തരത്തിലുള്ള കറകൾ മായ്ക്കുന്നു, അസുഖങ്ങൾ പരത്തുന്ന 100 ഇനം രോഗാണുക്കളിൽ നിന്ന് രക്ഷിക്കുന്നു. ഡിറ്റർജന്റ് അല്ലെങ്കിൽ ഫിനായിലിനേക്കാൾ മെച്ചപ്പെട്ട സംരക്ഷണം. ലൈസോൾ. ആർക്ക് എന്താണോ ശരി അവർ അത് തന്നെ ചെയ്യണം. ടോയ്ലറ്റിന് ഹാർപിക് ബ്ലൂ എങ്ങനെയോ അങ്ങനെ. അപ്പോൾ ബാത്റൂമിനോ? ഡിറ്റർജന്റ്. അത് തുണികൾക്ക് വേണ്ടിയാ. ഹാർപിക് ബാത്റൂം ക്ലീനർ. ഇത് ഡിറ്റർജന്റുമായി തുലനം ചെയ്യുമ്പോൾ മികച്ച വൃത്തിയാകും, നിങ്ങളുടെ ബാത്റൂം വെട്ടിത്തിളങ്ങുന്നതുമാകും. നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും. ഹാർപിക് ബാത്റൂം ക്ലീനറിന്റെ പുതിയ ട്രയൽ പാക്ക് വെറും 39 രൂപയ്ക്ക്. ഹലോ, തൊണ്ടയിലെ കിരികിരിപ്പിന്റെ അതിലക്ഷണം. അതെ. പരിഭ്രമിക്കേണ്ട, വേഗം ചികിത്സിക്കൂ. പക്ഷേ മധുരമുള്ള സാധാരണ ഗുളിക നുണഞ്ഞല്ല. കഴിക്കൂ സ്ട്രെപ്സിൽസ്. നോക്കൂ, സാധാരണ ഗുളികകളെ അപേക്ഷിച്ച് സ്ട്രെപ്സിൽസ് എന്താണ് ചെയ്യുന്നത്? ഇത് ജേംസിനെ പെരുകാൻ അനുവദിക്കില്ല, അവയെ കൊല്ലുകയും ചെയ്യുന്നു. താങ്ക് യു. തൊണ്ടയിലെ കിരികിരിപ്പിന് ബൈ ബൈ. അതിനാൽ തൊണ്ടയിലെ കിരികിരിപ്പ് പെട്ടെന്ന് തടയൂ, സ്ട്രെപ്സിൽസ് കഴിക്കൂ. മുടി വല്ലാതെ കൊഴിയുമ്പോൾ നാം കാരണവന്മാരെ പഴിക്കും. എന്നാൽ അതിനുള്ള പ്രതിവിധി അവർ തന്നെ നൽകിയിട്ടുണ്ട്. ഭൃംഗരാജ്. പ്രകൃതിയിലെ ഈ വിശിഷ്ട സസ്യത്തിന്റെ വേര് മുതൽ പൂ വരെയുണ്ട് ഔഷധ ഗുണം. അതിന്റെ എല്ലാ ശക്തിയുമുണ്ട് ഇതിൽ. ഇന്ദുലേഖ ഭൃംഗ ഓയിൽ. ഇതിന്റെ നന്മകൾ മുടിവേര് വരെ ഇറങ്ങിച്ചെല്ലുന്നു, മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു, മുടി വളരാൻ സഹായിക്കുന്നു. ഇന്ദുലേഖ ഹെയർ ഫോളിനുള്ള ആയുർവേദ ഔഷധം. ചേട്ടാ, രമ്യയുടെ അമ്മ പേര് സരോജ. അച്ഛൻ അല്ലേ? അച്ഛൻ രവി. രവി. ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ടോ? പണിക്ക് പോകുന്നുണ്ട്. അമ്മ പോകുന്നുണ്ടോ? ഇല്ല, വർക്കിനൊന്നും പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങള് തീരെ കുട്ടിയായിരുന്നപ്പം പറ്റിയൊരബദ്ധം. അതെ. വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ആ ഒരു കൊച്ചുകുട്ടിക്ക് തെറ്റ് പറ്റിപ്പോയി അതങ്ങ് മാറ്റി വന്നേരെന്ന് പറയാം. ഇതിപ്പോ ഒരു കുഞ്ഞായി, ഭർത്താവായി, നമുക്കങ്ങ് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളായിപ്പോയി. അതെ. ജനനവും മരണവും വിവാഹവും എന്ന് പറയുന്നത് നിയോഗമാണ്. ഒരിക്കൽ സംഭവിച്ചാൽ പിന്നെ അത് അങ്ങനെയല്ല, മാറ്റിയിട്ട് വേറെ ഒന്നാവാം. വേറെ ഒന്നെന്ന് പറയുന്നത് വേറെ ഒന്ന് തന്നെയാണ്. ഇത് എല്ലാം ഒരിക്കൽ ഉള്ളത് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? അതെ. അപ്പൊ അതിങ്ങനെ ഒരു യോഗമായി പോയി അതിന്. പക്ഷെ ആ കുട്ടിക്ക് ആത്മാർത്ഥമായിട്ട് അയാളോട് സ്നേഹമുണ്ട്. ഈ സഹിക്കാൻ വയ്യാത്ത ഉപദ്രവവും അതാണ്. അവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സ്നേഹം കിട്ടിയിരുന്നെങ്കിലും സാരമില്ല, അവര് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേനെ. അയാളും ഒരു ദുഷ്ടൻ. വീട്ടില് അമ്മയെന്ന് പറയുന്ന സ്ത്രീ അതിനേക്കാളും ദുഷ്ടത്തി ഒരു സ്ത്രീ. അപ്പൊ അതൊന്നും സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ. ദൈവാധീനം അത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു വന്നു. ഓൾമോസ്റ്റ് അതിന്റെ ശരീരത്തെ മുഴുവനും കുത്തിക്കെട്ടി തയ്യലും അതും ഇതും ഒക്കെ ആയിട്ട് ആകെ കുഴപ്പത്തിലായിരിക്കും. ഈശ്വരാധീനം കൊണ്ട് അതിന്റെ ആശ്വാസത്തിന് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. അത് തന്നെ മഹാഭാഗ്യം. അതും ഇല്ലാതെ ഒരിക്കലും പ്രസവിക്കാൻ പറ്റാത്ത ഒരു പെണ്ണായിട്ട് അത് മാറിയിരുന്നെങ്കിൽ എന്താവോ അവസ്ഥ. ഇപ്പോ നമുക്കിത് കേട്ടിട്ട് പറയാനുള്ളത് അയാളൊരിക്കലും ഈ കുട്ടിയെ സ്നേഹിച്ചിനി കൊണ്ടുപോകുന്നുള്ള ഉറപ്പ് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. ഒരു കോടതിയിലൊക്കെ വരുമ്പോഴേക്കും പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറയും. വീട്ടിൽ പോകുമ്പോഴേക്കും ഭയങ്കര മർദ്ദനവും, എന്നെ എനിക്ക് വേണ്ട, നീ പൊക്കം കൂടിപ്പോയി, ഹൈറ്റ് കൂടിപ്പോയി, നീ ഭംഗിയില്ല, ഇതൊക്കെയാണ് അവൻ്റെ രീതിയും. പിന്നെ കോടതിയുടെ കാര്യം പറഞ്ഞ എന്തുവാ? ഒരിക്കൽ വനിതാ സെല്ലി കൊടുത്തായിരുന്നു. വനിതാ സെല്ലി കൊടുത്തപ്പോഴത്തേക്കും വനിതാ സെല്ലിന് അതൊന്നും ഇതുപോലെ ഇതുപോലെ അല്ല. അപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു എനിക്ക് സഹിക്കാൻ. ഒരു മാനസിക രോഗിയെ പോലെയായിരുന്നു ഞാൻ ആ നിമിഷമൊക്കെ. ഒരു നിമിഷം എപ്പോഴും കരച്ചിലായിരുന്നു, ആരും കാണാതെയൊക്കെ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വനിതാ സെല്ലിലും വനിതാ കമ്മീഷൻ ഓഫീസിലും ഒക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും സ്റ്റേഷനിലും എല്ലാം പറഞ്ഞിടത്തൊക്കെ കൊടുത്തു. കാരണം എനിക്ക് ഇയാളെ വേണം. എന്ത് നഷ്ടപ്പെട്ടെന്നാലും ഇയാളെ എനിക്ക് വേണം. ഇയാൾ വേറൊരു കുടുംബമാവുന്നത്, വേറൊരു സ്ത്രീ ആയിട്ട് ജീവിക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. രാത്രി ഓരോ ദിവസം ഉറക്കം പോലും ഇല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും. അങ്ങനെ വനിതാ സെല്ലി കൊണ്ടുകൊടുത്ത് വനിതാ സെല്ലി വിളിച്ചപ്പോഴത്തേക്കും അപ്പോൾ അന്നൊക്കെ പുള്ളിക്കാരൻ്റെ അച്ഛൻ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അവർക്ക് ഞാൻ വഴങ്ങി കൊടുക്കണം അവരുടെ ജീവിതത്തിൽ, പുള്ളിക്കാരൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. കാരണം അങ്ങനെ ഒന്നും ഇല്ലാതെ വന്ന് കിടണം. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഉപദ്രവമായിരുന്നു ആ സമയം. അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛൻ പറഞ്ഞു, അവന് നിന്നെ വേണ്ടാന്നല്ലേ പറയുന്നത്, അപ്പൊ നിനക്ക് അവര് വിചാരിച്ച ഒരു പുരുഷന്റെ സാമീപ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അവന് വേണ്ടാന്നല്ലേ പറയുന്നത്, നീ എന്നോടൊപ്പം സഹകരിച്ച് ജീവിക്കുവാണെങ്കിൽ നിനക്ക് ഇവിടെ താമസിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം നിവർത്തിയായിട്ട് അന്ന് ഞാൻ അവിടെ നിന്ന്, കാരണം ആരോടൊന്ന് പുറത്തു വരാൻ പറ്റില്ല, പുറത്ത് പറഞ്ഞു.
അപ്പോൾ ഇതെല്ലാം സഹിക്കാൻ പറ്റാൻ അപ്പോൾ ഞാനിത് പുള്ളിക്കാരനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട്. അപ്പോൾ പറഞ്ഞു, എന്നാ നീ അതിനായിരിക്കും ഇവിടെ കിടക്കുന്നത്, അപ്പോൾ നിങ്ങൾ തമ്മിൽ സഹകരിച്ച് ജീവിച്ചോന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തന്റെ അടുത്താണോ നിങ്ങൾക്ക് ഇപ്പോഴും സോഫ്റ്റ് കോർണർ ഉള്ളത്? അതാ പറഞ്ഞ എനിക്ക് കൂടെ കഴിയണമെന്ന് ജീവിക്കണമെന്നുള്ള അന്നേരം അതിന്റെ പുറകിലുള്ള രഹസ്യം എന്തുവാ? അതാ അത് നമുക്കൊന്നും തീരെ കൊച്ചിലെ തോന്നിയ ഒരാളിനോട് തോന്നിയ ഒരു ആദ്യമായിട്ട് ജീവിതത്തിൽ തോന്നിയ ഒരു ആരാധനയും സ്നേഹവും അത് മാറില്ല. അത് മാറിയിട്ടില്ല. ഇത്രയും ദുരിതാവസ്ഥ ഉണ്ടായണൊക്കെ 15 വയസ്സായപ്പോഴേക്കും ഇവിടെ നിന്ന് പോയതാ. അപ്പോൾ ഹോസ്പിറ്റലിലെ IC യൂണിറ്റിൽ കിടക്കുമ്പോഴേക്കും ബോധമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഇവളോട് ചോദിച്ച്, ബോധം വീഴുന്ന 9ൻ്റെ അന്ന് ബോധം വീഴുക. അപ്പോൾ ഞാൻ ചോദിച്ച്, ഇവനെ നിനക്ക് ഇഷ്ടമാണ്, ഇവനെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് അകത്താക്കാം. അപ്പോൾ അവൾ ബോധം വീഴുന്നപ്പോൾ എന്നോട് പറയാണ്, പപ്പ എനിക്ക് അവനെ കഴിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതിനു വേണ്ടി പപ്പ തുണിയരുത്. അന്ന് എന്നോട് പറഞ്ഞ വാക്കാണ്. അപ്പോൾ IC യൂണിറ്റ് കിടക്കുകയാണ്, വൻകുടലെല്ലാം പുറത്തെടുത്ത് വെച്ച് ഭയങ്കര സീരിയസ് ആയി കിടക്കുക. അപ്പോൾ ഡോക്ടർ, അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം പറയാം കുഞ്ഞ് ജീവിക്കത്തില്ല, കുഞ്ഞ് പോവും. അതുകൊണ്ട് എന്നോട് 2-3 പ്രാവശ്യം എന്നെയും എൻ്റെ വൈഫിനെയും കയറ്റി കാണാനൊക്കെ പറഞ്ഞതാ അവർ. ആ ഒരു സെറ്റിക് സ്റ്റേജിലാണ് കിടന്നത്. അത്ര ഒരിതായിരുന്നു. ഇനിയിപ്പോ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് ഈ കുട്ടി സേഫായിട്ട് എന്തായാലും വീട്ടിലെത്തിയല്ലോ. വന്നിട്ട് ഇപ്പൊ 2 മാസമായില്ലേ? 2 മാസത്തിനൊക്കെ അയാളുടെ ഭാഗത്തുനിന്ന് വിളിക്കാനോ വരാനോ ഒന്നും താല്പര്യമൊന്നും ഇല്ല. അതുപോലെ നിങ്ങളിങ്ങനെ പോകുന്നു, പിന്നെ കുറെ കഴിയുമ്പോൾ ഇനി വന്നോളും എന്നുള്ളത് അവര് വിചാരിച്ചിരിക്കുന്നത്. ഇതിന്റെ അപകടാവസ്ഥയൊക്കെ മനസ്സിലായിട്ടില്ല. ബിജു അറിയുന്നില്ല, ഇതിപ്പം കോടതിയിൽ ഈ കുട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാളുടെ കഞ്ചാവിന്റെ ഉപയോഗം, കഞ്ചാവ് ഇയാൾക്ക് വിതരണം ചെയ്യുന്ന ആൾക്കാര്, മനസ്സിലായില്ലേ? പിന്നെ ഈ പിന്നെ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക, 18 വയസ്സിന് മുമ്പെന്ന് പറയുന്നത് പീഡനം തന്നെയല്ലേ സർ? പിന്നെ പീഡിപ്പിച്ച് അത് ഗർഭചിത്രം നടത്തി അത് പിന്നെ അപകടമായി ആ കുട്ടിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അപകടം ഉണ്ടായിരുന്നത് എല്ലാം കുഴപ്പങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്നും ഇയാൾക്ക് നീതി കിട്ടുന്ന ഒരു സംഗതി ഇയാൾ ചെയ്തിട്ടില്ല ജീവിതത്തിൽ. 18 വയസ്സിന് മുൻപുള്ള 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അവിടെ സമ്മതത്തോടെ ആണെങ്കിൽ തന്നെയും അതും റേപ്പാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 376 പ്രകാരം അത് റേപ്പാണ്. അവിടെ സമ്മതം ഉണ്ടെങ്കിൽ തന്നെ അതാണ് വേണ്ടത്. ഇയാള് ബിജു ഇത് കേൾക്കുക, ബിജുവിന്റെ പ്രത്യേകിച്ച് ബിജുവിന്റെ അമ്മയെന്ന് പറയുന്ന ആ ഒരു മാന്യ സ്ത്രീ, ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു കൊച്ചു കുട്ടി, അതിനെ മകൻ ചതിച്ച് അല്ലെങ്കിൽ പ്രീണിപ്പിച്ച് മുട്ടായി കാണിച്ച് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി ഇത്രയും അപകടാവസ്ഥയായി. നിങ്ങൾ അതിനെ സ്നേഹിച്ചില്ലെന്നോ പോട്ടെ, ദ്രോഹിച്ച് ഈ പരുവത്തിലായി അത് നിൽക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും പെടും. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടൊരു കോടതിയുടെ മുമ്പിൽ അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ബിജു ഇന്ന് ഇവിടെ വന്നിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി പറഞ്ഞ് മാന്യമായിട്ട് പിരിയാമായിരുന്നു. അയാൾ വന്നില്ല എന്നുള്ളത് എത്ര വലിയ തെറ്റാണ് അയാൾ ചെയ്തത്. വീട്ടിൽ വരാൻ പറഞ്ഞ ആൾക്കാരെ അവിടെ ഇരുത്തിയിട്ട് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഒളിച്ചോടി പോയ ഒരാൾ, എന്തൊരു വൃത്തികെട്ട ഒരു രീതിയാണ് അത്. ഒരല്പം ഒരു ആണത്തുള്ളവരാണെങ്കിൽ ഒന്നും നേരെ അങ്ങോട്ട് ഞാൻ എന്നെ വരാൻ പറ്റത്തില്ല, നിങ്ങൾ പോകുന്നു പറയും. ഇത് വരാൻ പറഞ്ഞ് പ്രവേശത്തോടെ ഓടിപ്പോയി കുളത്തി മുങ്ങി അതുവഴി ചാടിപ്പോകുന്നു. അപ്പൊ ഫ്രോഡൊന്നും നമുക്ക് ഈ ഫോട്ടോയെ കണ്ട ആളാണോ പറഞ്ഞത് കുട്ടിക്ക് സൗന്ദര്യം ഇല്ല എന്ന്? ഇതിനെക്കാട്ടി സൗന്ദര്യമുള്ള കഷ്ടം. ചെലവിന് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? മാഡം സാറേ, എനിക്ക് ഉപജീവനം ചെയ്ത് ജീവിക്കാൻ കഴിയൂല ഇനി. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കാം. എന്റെ ജീവിതം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം എനിക്ക് അയാളെ തിരിച്ചു കിട്ടിയിരുന്നാലും അയാളുടേതായ ക്രൂരം എനിക്കിന്നും എൻ്റെ മനസ്സിലെന്നും അയാൾ നിറഞ്ഞിരിക്കുക, എൻ്റെ ഒരു ദൈവത്തെ പോലെ അയാൾ. പക്ഷെ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെ സ്വീകരിച്ചിരുന്നാലും ഈ ക്രൂരത അയാൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ആയിസറ എന്നെ കൊല്ലുന്നതിന് പ്രശ്നമില്ല, ഇഞ്ചിഞ്ചായ അയാൾ കൊല്ലുള്ളൂ. അയാൾ പറയുന്നത് ഇങ്ങനെ, കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജയിലിൽ പോകണം, ജയിലിൽ കിടക്കാൻ അയാൾക്ക് വയ്യ. അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം സഹിച്ച് ആത്മഹത്യ ചെയ്ത് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ല, കാരണം ഞാനായിട്ട് ആത്മഹത്യ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അയാളുടെ ജീവിതത്തിൽ പോയാലും അയാൾ സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ അയാളുടെ നാട്ടുബോധ്യത്തിന് സ്വീകരിച്ചാലും എന്നെ അന്വേഷിക്കുമെന്നോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് അമ്മയായിട്ട് ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ ദൈവം തരുന്ന ആയുസ് അത്രയും കാലം വരെ ജീവിക്കാൻ പറ്റുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. എനിക്കിനി ഒരു ഉപജീവനം, ഞാൻ ഇപ്പം കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് കഴിയാത്ത പണിക്ക് ഞാൻ പോകുന്ന മഠത്തിന്. അപ്പം അതുകൊണ്ട് എനിക്ക് ജീവിതകാലം മൊത്തം എനിക്ക് ജീവിക്കാനുള്ളത് ഇയാളെ തരണം, ചെലവിന് തരണം. കുട്ടിക്ക് ഇത്ര, നിങ്ങൾക്ക് ഇത്ര. നിങ്ങൾക്ക് ഇപ്പം ജോലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക, ചെലവിന് കിട്ടുകയെന്ന് പറഞ്ഞുകൊണ്ട് MC. പിന്നെ അതിനോട് കൂടി ഒരു ഡൈവോഴ്സ് കൂടെ ഫയൽ ചെയ്യുക.
ഡൈവോഴ്സ് പെറ്റീഷൻ. ഇത്രയൊക്കെയാണ് കുഴപ്പമാണ്. സെപ്പറേഷൻ എത്ര ആളായിട്ട് ഇപ്പോൾ സെപ്പറേഷൻ ഉണ്ട്? 2 മാസമല്ല. അതൊരു സെപ്പറേഷൻ ഗ്രൗണ്ടിൽ കിട്ടത്തില്ല. അത് കിട്ടുന്നത് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ക്രൂവൽറ്റി, നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ക്രൂരത. ആ ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യും. സാർ കെൽസ വഴി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതിനുവേണ്ടി വക്കീലന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റിനെ നിങ്ങൾ വെക്കുന്നതിനൊക്കെ വെച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതിനുവേണ്ടി എല്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഓരോ താലൂക്കിലും ഉണ്ട്, ജില്ലാ അടിസ്ഥാനത്തിലും ഉണ്ട്, സംസ്ഥാന ലെവലിലും ഉണ്ട്. താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അതുപോലെ ട്രിവാൻഡ്രത്ത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുക. എനിക്കിങ്ങനെ ചെലവിന് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്യണം, എൻ്റെ ഭർത്താവ് ഇന്നടുത്താണ്, അഡ്രസ്സ് എല്ലാം കൊടുക്കുക. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ഫോം തരും, അത് പൂരിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് 5 പൈസയുടെ ചെലവ് അവിടെ വരുന്നില്ല. 1 മാസത്തിനകം അയാൾക്ക് തലയ്ക്ക് ബുദ്ധി ഉദിച്ച് അയാൾ ഇവിടെ പലരും അങ്ങനെ വരാറുണ്ട്. അന്ന് ഞാൻ വന്നിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ പറയുമായിരുന്നു, അങ്ങനെയായിരുന്നു, ആനയായിരുന്നു, ചേനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കണ്ടിട്ട് അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഇതിന്റെ പുറകിൽ അയാൾക്കുണ്ടാകാവുന്ന അപകടാവസ്ഥയെക്കുറിച്ച് ബോധ്യം വന്ന് വീണ്ടും ഇവിടെ വരാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് കൊള്ളാം. പിന്നെ വേറൊരു കേസ് സ്ത്രീ പീഡന കേസെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കണം. 498A അയാൾ ശാരീരികമായി ഉപദ്രവിക്കുന്നു. അത് അയാളെ നമുക്കൊരു പണിയാവുന്ന കേസാണത്. 498A അതുകൂടെ പറയണം അവിടെ. ഡൈവോഴ്സ് ആവും മുന്നേ അയാൾ വേറെ മാരീഡ് ആവാനൊന്നും കഴിയില്ലല്ലോ. പറ്റത്തില്ല. നിയമപരമായിട്ട് ഡൈവോഴ്സ് ആവാതെ അയാൾക്ക് 2ാമത് മാര്യേജ് പറ്റത്തില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ബൈഗമി എന്നുള്ള സെക്ഷൻ അനുസരിച്ച് അയാൾ അകത്താവും. അത് പറ്റത്തില്ല. നിയമപരമായിട്ട് ഒഴിഞ്ഞെങ്കിൽ മാത്രമേ വേറൊരാളെ കെട്ടാൻ പറ്റത്തുള്ളൂ. ഒരു വട്ടം ഇതുപോലെ ഭയങ്കര ഉപദ്രവമായിട്ട് എനിക്ക് ഇയാളെ പിരിയാനോ മരണം കൊണ്ട് പിരിയുന്നല്ല, മനസ്സുകൊണ്ട് മരട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ വിഷം കഴിച്ചതാ മരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഒരു റെമഡി അല്ല കുട്ടി, കുറച്ചുകൂടെ ബോൾഡ് ആവണം. എന്തായാലും നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും കരയേണ്ട ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കുറെ കണ്ണീര് വേസ്റ്റ് ആക്കിയാൽ ഒരു അർത്ഥമുണ്ട്. പിന്നെ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയില്ലോ എന്നുള്ള വിഷമം നമുക്ക് ഉണ്ടാവും. അതിൽ നിന്ന് അതിജീവിക്കണം, ആരോഗ്യം നന്നാക്കാൻ നോക്കുക ഇനി അങ്ങോട്ട്. എന്നിട്ട് ബോൾഡായിട്ട് നിന്ന് ഇതെല്ലാം നേരിടണം. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിജുവിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ പരിപാടി കാണുന്നുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ കുഴപ്പം പിടിച്ചൊരു ജീവിതമാണ് രമ്യ ജീവിച്ചിരിക്കുന്നത്. ഒന്നും അറിഞ്ഞുകൂടാത്ത പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഒരാളിനോട് തോന്നിയ ഒരു അട്രാക്ഷൻ, ആ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ ആരോഗ്യവും ജീവിതവും സന്തോഷവും എല്ലാം കെടുത്തിയിട്ട് ഒരു മനുഷ്യൻ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരല്പം നല്ല മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഇനി കോടതികൾ നടന്ന് ഒരുപാട് പ്രശ്നങ്ങളാക്കാതെ നിങ്ങൾ നേരിട്ട് വന്നൊരു മധ്യസ്ഥത പറഞ്ഞ് നിങ്ങൾക്ക് തുറന്നു പറയാനും കാര്യങ്ങൾ തുറന്നു പറയാനും ഇനി അങ്ങോട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതെ ഇരിക്കാനുമുള്ളൊരു വേദിയാണിതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ ഭാഗത്തുള്ളത് പറയാം. എന്നിട്ട് ഇവിടെ പരസ്പരം പറഞ്ഞു തീർത്ത് എന്ത് പരിഹാരമുണ്ടാക്കാമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഞാൻ പറയുന്നത്. അത് ബിജു കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സുമനസ്സുകളായ നല്ല മനുഷ്യരോട് ഒരു അഭ്യർത്ഥന. ഒരു കുഞ്ഞിനെയും കൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണിത്. നിങ്ങൾക്ക് അനുകമ്പയും സ്നേഹവും തോന്നി എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയല്ല, ആവശ്യപ്പെടുകയല്ല. നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ഇത് രമ്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, അവരുടെ അവസ്ഥ കണ്ടു ചോദിക്കണം. ഒരു ആയുസ് മുഴുവൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തി ആ കുട്ടി അതിൻ്റെ ആരോഗ്യം നോക്കി ജീവിക്കണം. നല്ല രീതിയിലൊന്നും ജോലി ചെയ്യാനുള്ള കഴിവ് അതിനില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് നോട്ട് ചെയ്യുക, ബന്ധപ്പെടാൻ ശ്രമിക്കുക. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം. ജീവിതം സാക്ഷിയിലൂടെ പ്രേക്ഷകർ കണ്ട രമ്യയുടെ ഈ ദുരവസ്ഥയിൽ സാമ്പത്തികമായി സഹായിക്കുവാൻ താൽപര്യമുള്ള സുമനസ്സുകൾക്കായി രമ്യയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നു. രമ്യ SR, അക്കൗണ്ട് നമ്പർ 6724961536, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കാട്ടാക്കട ബ്രാഞ്ച്. IFS കോഡ് SBTR 000040. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.